ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിലെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്കിലും ചില ഏരിയാസ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതെന്ത് ചെയ്യാം, അതൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഷോർട്ട് ആൻസർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ആർബിട്രേഷൻ? എന്താണ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ ആരാണ് ലിക്വിഡേറ്റർ? അല്ലേ, ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡേറ്റർ ഏൽപ്പിക്കും. അല്ലേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും ലിക്വിഡേറ്റർ ഏൽപ്പിക്കും. അപ്പോൾ ആരാണ് ലിക്വിഡേറ്റർ? ദെൻ വാട്ട് ഈസ് പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പാത്ത് ഗോൾ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, ഹൂ ഈസ് ആൻ അസോസിയേറ്റ് മെമ്പർ ഓഫ് ദി സൊസൈറ്റി? ആരാണ് ഒരു സൊസൈറ്റിയിലെ അസോസിയേറ്റ് മെമ്പർ? പിന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും വരും. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ? ദെൻ വാട്ട് ഡു യു മീൻ ബൈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ വാട്ട് ആർ ദ സൊസൈറ്റീസ് എക്സെപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്? അപ്പോൾ ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നതിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഏതൊക്കെയാണ്? ദെൻ വാട്ട് ഈസ് സർചാർജ്? വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർചാർജും സ്പെഷ്യൽ ഓഡിറ്റും, സർചാർജ് റിപ്പീറ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. പിന്നെ എന്താണ് വൗച്ചിങ്, എന്താണ്, വാട്ട് ഈസ് എൻ അപ്പീൽ? പിന്നെ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെയും അതേപോലെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഉറപ്പായിട്ടും വരും. കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് നോക്കാം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്കാളർ ചെയിൻ? അല്ലേ, ദെൻ വാട്ട് ഈസ് റിസ്ക് ഫണ്ട്? അതേപോലെ ഡിഫൈൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. എന്താണ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്? അതെന്തായാലും നിങ്ങൾ പഠിക്കുക. നമ്മുടെ സബ്ജക്റ്റ് തന്നെയാണ് ഇത്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആണല്ലോ. പിന്നെ കോപ്പറേറ്റീവ് ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ്, എന്ന് മുതലാണ് കോപ്പറേറ്റീവ് ഇയർ സ്റ്റാർട്ട് ചെയ്യുക? ദെൻ എക്സ്പ്ലെയിൻ ഡെമോക്രാറ്റിക് കൺട്രോൾ. ദെൻ വാട്ട് ഈസ് കോപ്പറേറ്റീവ് ഓഡിറ്റ്? ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, കോപ്പറേറ്റീവ് ഓഡിറ്റിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഒന്നും എന്ത് ചെയ്യുക, നോക്കാം. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്? ദെൻ വാട്ട് ഡു യു മീൻ ബൈ റിസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്? ദെൻ വാട്ട് ഈസ് ഡേ ബുക്ക്? ഡേ ബുക്ക് എന്താണ്? മിനിറ്റ്സ് ബുക്ക് എന്താണ്? ഓക്കെ, ഡെമോക്രാറ്റിക് കൺട്രോൾ അത് വീണ്ടും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക, എന്താണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. ദെൻ റൈറ്റ് നോട്ട് ഓൺ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റ് ആൻഡ് ലാബിലിറ്റീസിൻ്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതിനെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതാനാണ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ലീഡർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ലീഡർഷിപ്പിൻ്റെ റോൾ എന്താണ്? ദെൻ വാട്ട് ഡു യു മീൻ ബൈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? പിന്നെ അതേപോലെ വാട്ട് ഈസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 വർഷത്തെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് അതിൽ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് പഠിക്കുക. എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും ഈ ഒരു സബ്ജക്റ്റിൽ. പിന്നെ ഷോർട്ട് എസ്സേയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രാഫ്റ്റ് എ സ്പെസിമെൻ ഫോം ഓഫ് എ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക. ദെൻ എക്സ്പ്ലെയിൻ ദ റൂൾ റിലേറ്റിംഗ് ടു ദി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾ എന്താണ്. പിന്നെ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫൈനൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ് ഈ ഫൈനൽ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോളോഡ് ബൈ എൻ ആർബിട്രേറ്റർ? ഓക്കെ, ആർബിട്രേറ്റർ
എന്താണ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ഓഡിറ്റ് മെമ്മോറണ്ടത്തിലുള്ള കണ്ടൻറ്റ് ഏതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള പ്രൊസീജിയർ എന്താണ്. ദെൻ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ഇപ്പോൾ ലിക്വിഡേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ദെൻ സ്റ്റേറ്റ് ദ റൂൾ ഗവേണിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഓഫ് സൊസൈറ്റി. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അതേപോലെ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വാട്ട് ആർ ദ ലാബിലിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്ററിൻ്റെ ലാബിലിറ്റീസ്. എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ഫോർ എലക്ഷൻ ഇൻ ദി കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എലക്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓഡിറ്റ് പ്രോഗ്രാമിനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് ഏതാണ്. ദെൻ വാട്ട് ഈസ് പാത്ത് ഗോൾ തിയറി ഓഫ് ലീഡർഷിപ്പ്. പാത്ത് ഗോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് 1 വേർഡിലും 6 മാർക്കിലൊക്കെ ചോദിക്കും. ദെൻ വാട്ട് ആർ ദ പവർ ഓഫ് ജനറൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അവിടെ നേരത്തെ പറഞ്ഞാണ് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് എന്താണ് ജനറൽ ബോഡി, ആ ജനറൽ ബോഡിൻ്റെ പവർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ദെൻ എക്സ്പ്ലെയിൻ ഡെമോക്രസി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെമോക്രസി എന്താണ്, അതേപോലെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡെമോക്രസീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കാം. ഹൗ ഈസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി. അല്ലേ, നമ്മൾ ഈ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതേപോലെ തന്നെയാണ് എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഹൗ ഡു യു ട്രീറ്റ് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഓവർ ഡ്യൂ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് ഡയറക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ. ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടറിൻ്റെ പവേഴ്സ് എന്താണ്, അതേപോലെ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റിസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സ്പെസിമെൻ എക്സാമ്പിൾ ഓഫ് ഇമേജിനറി ഫിഗർ. ഓക്കെ, അപ്പോൾ ഈ റിസിപ്റ്റും അതേപോലെ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് വിത്ത് ഇമേജിനറി ഫിഗർ വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് അതിൽ തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദി ഫൈനൽ അക്കൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡിസ്കസ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ വേരിയസ് ഫണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് കണ്ടൻറ്റ്സ് ഓഫ് ഇറ്റ്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്, അതിൽ എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടാകും. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത് വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെയും അതേപോലെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റും ഒക്കെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കാം. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതൊക്കെ ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രജിസ്റ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. വീണ്ടും റിപ്പീറ്റഡ് ആണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ചിലത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട 2 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പഠിക്കുക കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ദെൻ വാട്ട് ഈസ് കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ്, പ്രിപ്പയർഡ് എ സ്പെസിഫിക് കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് വിത്ത് ഇൻ ഇമേജിനറി ഫിഗർ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്, അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഇമേജിനറി ഫിഗർ വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ
പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഈ PPT വേണ്ടിയവർക്ക് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.